ഇവിടെ പ്രതിപാദിക്കേണ്ട വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ തയ്യാറായിരിക്കുന്ന നിങ്ങളുടെ നാട്ടുകാരൻ കൂടിയായ ജില്ലാ കമ്മിറ്റി അംഗം ടി മുഹമ്മദ്, KC ഫൗസിയ, സജ്ന തച്ചമ്പയിൽ, ബീരാൻകുട്ടി, ഹനീഫ പാലാട്ടി, നിസാർ ചെറുവറ്റ, സ്വാഗതം ആശംസിച്ച ആബിദ് പാലകുറ്റി, TP യൂസുഫ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മതേതര ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സൂചിപ്പിച്ചതുപോലെ റിപ്പബ്ലിക് ദിന സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഇതിലെ ശക്തമായ ഒരു ആവശ്യം ഉയർത്തുന്നുണ്ട്, ഒരു സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആവശ്യം ജയിലിലടക്കപ്പെട്ടിരിക്കുന്ന രാജ്യത്തെ മുഴുവൻ വിചാരണ തടവുകാരെയും വിട്ടയക്കുക എന്നതാണ്. ഒരു റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടിയിൽ ഇത്തരം ഒരു ഡിമാൻഡ് വയ്ക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചിലരെങ്കിലും ചിന്തിച്ചു. അത് ഈ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വേണ്ടത്ര ഗ്രാഹ്യമില്ലാത്ത അല്ലെങ്കിൽ ഓർമ്മയിലില്ലാത്ത ആളുകളാണ് ഇങ്ങനെ ചിന്തിക്കുക. റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യ ദിനവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് സ്വാഗത പ്രസംഗകൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണ പരമാധികാരത്തോടു കൂടിയ ഒരു സ്വയംഭരണം ആയിരുന്നില്ല. പൂർണ്ണ പരമാധികാരത്തോടു കൂടിയ സ്വയംഭരണം നമുക്ക് ലഭ്യമായത് 1950 ജനുവരി 26 ഇന്ത്യ രാജ്യം ഒരു റിപ്പബ്ലിക്കായി, പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചതോടുകൂടിയാണ്. അതിന്റെ പ്രത്യേകത നമുക്കറിയാം. ലോകത്തെ അന്ന് വരെ നടന്ന അതിശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത മുഴുവൻ മനുഷ്യാവകാശങ്ങളും, പൗരാവകാശങ്ങളും, മനുഷ്യ സമത്വവും, സഹോദര്യത്തിനുള്ള അവസരവും എല്ലാം രേഖാപരമായി, രേഖാമൂലം ഉറപ്പുവരുത്തിയ ഒരാധികാരിക രേഖയായിരുന്നു നമ്മുടെ ഭരണഘടന. എഴുതപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതോടുകൂടിയാണ് ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി അംഗീകരിക്കപ്പെട്ടു. അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുക. ഈ പരിപാടി ഇവിടെ നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട, പാർട്ടി മനസ്സിൽ സൂക്ഷിക്കുന്ന, ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശത്തിന്റെ പശ്ചാത്തലമായി കാണുന്ന രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക. അന്ന് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തില് സർദാർ വല്ലഭായ് പട്ടേൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരു നീക്കം നടത്തിയിരുന്നു, പ്രയോഗവൽക്കരണം നടത്തിയിരുന്നു. ഇത് രണ്ടുമാണ് ഞാൻ ഓർമ്മിക്കുന്നത്. പട്ടേൽ അന്ന് പറഞ്ഞത്, നാം ഒരു പരമാധികാര ജനാധിപത്യ രാജ്യമായി മാറിയിരിക്കുന്നു. ഇനി ഈ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരികയോ അതിനെ തകർത്ത് കളയുകയോ ചെയ്യുന്നതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്കായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ സിമ്പിളായ ഒരു പ്രയോഗമാണ്, പക്ഷെ വളരെ അർത്ഥവത്താണ്. ഈ നമുക്ക് ജീവിക്കുന്ന കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തമാണ് ഈ പ്രയോഗം. മറ്റൊന്ന്, ജവഹർലാൽ നെഹ്റു അന്ന് ജയിലിൽ അടക്കപ്പെട്ടിരുന്ന, രാജ്യത്തെ അതുവരെയായി ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്ന ഗുരുതരമായ പ്രത്യേക
കുറ്റങ്ങൾ ചെയ്തു എന്ന് പറയാൻ പറ്റാത്ത ആളുകളെ മുഴുവൻ, തടവ് പുള്ളികളെ മുഴുവൻ വിട്ടയക്കണം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു സന്ദേശമാണ്. അത് ഉയർത്തിക്കൊണ്ടാണ് പാർട്ടി ഈ ഘട്ടത്തിൽ ഇന്ന് ഇന്ത്യയിലെ ജയിലുകളിൽ വിചാരണ തടവുകാരായി കഴിയുന്ന മുഴുവൻ തടവുകാരെയും ജാമ്യത്തിൽ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ തടവിലിരിക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളെ കുറിച്ച്, അവരനുഭവിച്ചതിനെ കുറിച്ച്, അവരുടെ അവരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങളെ കുറിച്ച്, അവർ ചെയ്ത അപരാധത്തെ കുറിച്ച്, ഭരണകൂട താല്പര്യങ്ങളെ കുറിച്ചൊക്കെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ, അതൊക്കെ ഏറെക്കുറെ ജീവിതത്തിൽ അനുഭവിച്ച പഠനം നടത്തിയ ആള് എന്ന നിലയ്ക്ക് ജില്ലാ കമ്മിറ്റി അംഗം ഈ പ്രദേശത്തുകാരനായ ടി.പി. മുഹമ്മദ് നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നതാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കുക. ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനഭിമതരായ ആളുകളെ, അവർ പറയുന്നതിനെതിരെ പറയുന്ന, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ആലോചിക്കണം, ഞങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾ പറയണം എന്ന സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്ന ആളുകളെ രാജ്യദ്രോഹികളായി കാണും. അവര് പിന്നെ തടവറകളിലാണ്, തുറുങ്കിൽ തടവറകളിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന. ഈ പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്ന ഈ അബൂബക്കർ, അടുത്ത പ്രദേശത്തെ തന്നെ കരുവമ്പയില്ല, അദ്ദേഹം കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ജയിലിലാണ്, ഡൽഹിയിലെ തിഹാർ ജയിലിലാണ്. അദ്ദേഹം രാജ്യദ്രോഹിയാണ്. അദ്ദേഹം എന്ത് രാജ്യദ്രോഹമാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്ന് ഈ നാട്ടിലെ കരുവമ്പയിലെയും കൊടുവള്ളിയിലെയും വിശാല പരിസര പ്രദേശങ്ങളിലെയും എല്ലാ വിഭാഗം ആളുകളും സാക്ഷ്യപ്പെടുത്തും. ആ സാക്ഷ്യപ്പെടുത്തിയതിന്റെ സാക്ഷിപത്രം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങളോട് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അതുപോലെ പാർട്ടിയുടെ ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷൻ MK ഫൈസി കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി തടവിലാണ്. അദ്ദേഹം ED ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ എവിടെ കള്ളപ്പണം? അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പണം, അതാ കള്ളപ്പണം. അതെങ്ങനെയാ കള്ളപ്പണമാകുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് വന്നിരിക്കുന്നത് കള്ളത്തരത്തിൽ കൂടിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഒരടിസ്ഥാനവുമില്ല. അദ്ദേഹം ജയിലിലാണ്. അതുപോലുള്ള ആളുകളൊക്കെ ഉണ്ട്. അത്തരം സംഗതികളൊക്കെ തന്നെ സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് ടി.പി. മുഹമ്മദ് ഇവിടെ പ്രതിപാദിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യം ലോകോത്തരമായ ഭരണഘടനയുടെ പേരിൽ, ലോകോത്തര ജനാധിപത്യത്തിന്റെ പേരിൽ